നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി ക്രിസ്ത്യാനോ റൊണാൾഡോയും സംഘവും യു എസിലാണല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ പോർച്ചുഗലിൽ നിന്ന് യു എസിലേക്ക് ലാൻഡ് ചെയ്ത ടീമിനെ എല്ലാവരും ശ്രദ്ധിക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു ബ്രേസ്ലെറ്റ് എല്ലാവരുടെ കയ്യിലുണ്ട്. എന്താണിത്? എല്ലാ താരങ്ങളുടെ കയ്യിലും ഒരു ബ്രേസ്ലെറ്റ്. അതിലെന്ത് രഹസ്യമാണ് അടങ്ങിയിരിക്കുന്നത്? ഇന്നലെ പ്രസ് കോൺഫറൻസിനെത്തിയപ്പോൾ വിറ്റീഞ്ഞയോട് മാധ്യമങ്ങൾ അത് ചോദിച്ചു. അപ്പോൾ ആ ബ്രേസ്ലെറ്റ് ഭാഗ്യം കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ചില ആൾക്കാർ അങ്ങനെ ഉണ്ടല്ലോ, ഓരോന്ന് കയ്യിൽ കെട്ടും, ഭാഗ്യം ലഭിക്കാൻ വേണ്ടിയിട്ട് കെട്ടിയതാണോ? അദ്ദേഹത്തിൻ്റെ മറുപടി, എനിക്കറിയില്ല, എനിക്കിത് വിശദീകരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഇതൊരു സീക്രട്ടായിട്ട് കീപ്പ് ചെയ്യേണ്ടതാണെന്നും അറിയില്ല. പക്ഷേ ടീമിനുള്ളിൽ ഇതിന് ചില പ്രാധാന്യവും പ്രത്യേകതയൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ അത് പറയുന്നില്ല. പക്ഷെ ഇത് ധരിക്കുന്നത് ഗുണം ചെയ്യും എന്ന് അദ്ദേഹം പറയും. പിന്നീട് അദ്ദേഹം സംഗതി വിശദീകരിച്ച് പറയുകയും ചെയ്തു. സംഭവം മറ്റൊന്നുമല്ല, ഇത് ധരിച്ചിരിക്കുന്നത് ഓരോ താരങ്ങളുടെയും പേരെഴുതിയിട്ടുള്ളൊരു ബ്രേസ്ലെറ്റാണ്. ESPN അക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിറ്റീഞ്ഞ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിശദീകരിച്ചത്, അതായത് എല്ലാ പോർച്ചുഗീസ് പ്ലെയേഴ്സിൻ്റെയും പേരുണ്ട്, പ്ലസ് ഡിയോഗോ ജോട്ടയുടെ പേരുമുണ്ട്. സോ ഈ ടീമിൻ്റെ ഭാഗമാണ് ഇവരെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ ആ താരങ്ങളുടെ പേര് ഒക്കെ എഴുതിയിട്ടുള്ള ബ്രേസ്ലെറ്റാണ് അണിയുന്നത്. വേൾഡ് കപ്പിലും അത് ധരിക്കുമോ എന്നുള്ളതാണ് ഇനി ആരാധകർ ഉറ്റുനോക്കുന്നത്. എന്തായാലും എല്ലാ പോർച്ചുഗീസ് താരങ്ങളുടെ കയ്യിലും ഈ ട്രെയിനിങ് സമയത്തും മറ്റുമൊക്കെ ആയിട്ട് നമ്മളത് കാണുന്നുണ്ട്. പോർച്ചുഗലിൻ്റെ ആദ്യ മത്സരം ജൂൺ 17-നാണ്. കോങ്കോക്കെതിരെയാണ് ആദ്യ മത്സരം. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോക്കെതിരെ വിജയത്തോടു കൂടിയുള്ള ഒരു തുടക്കമിടാനാണ് എന്തായാലും പോർച്ചുഗൽ ആഗ്രഹിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.